ഒരു ജനാധിപത്യ രാജ്യത്ത് നിയമം കാത്തു സൂക്ഷിക്കേണ്ടവരാണ് സാധാരണ ജനങ്ങളുടെ ഏറ്റവും വലിയ പ്രതീക്ഷ. എന്നാൽ ആ സെയിം സംവിധാനത്തിനുള്ളിൽ നിന്നു തന്നെ ക്രൂരതയും അനീതിയും പൊട്ടിപ്പുറപ്പെട്ടാൽ അതൊരു വ്യക്തിയുടെ ജീവിതത്തെ മാത്രമല്ല, ഒരു സമൂഹത്തിന്റെ വിശ്വാസത്തെയും തകർക്കും. സംരക്ഷണം തേടി എത്തേണ്ട സ്ഥലമായ പോലീസ് സ്റ്റേഷൻ തന്നെ ഭീതിയുടെ കേന്ദ്രമായി മാറിയാൽ എന്ത് സംഭവിക്കുമെന്നതിന്റെ ജീവനുള്ള ഉദാഹരണമാണ് 2020 തമിഴ്നാട്ടിലെ ശാന്തംകുളം എന്ന സ്ഥലത്ത് നടന്ന സംഭവം. കോവിഡ് നിയന്ത്രണങ്ങൾ ശക്തമായി നടപ്പിലാക്കിയിരുന്ന സമയത്ത് കട തുറന്നു എന്ന് ആരോപിച്ച് പോലീസ് അറസ്റ്റ് ചെയ്തത് ജയരാജ് എന്ന അച്ഛനെയും അദ്ദേഹത്തിന്റെ മകൻ ബെന്നീസിനെയും ആയിരുന്നു. സാധാരണ നിയമലംഘനമായി തുടങ്ങി തോന്നിയ ഈ സംഭവം പിന്നീട് ഇന്ത്യയിൽ നടക്കിയ മനുഷ്യാവകാശ ലംഘനത്തിന്റെ പ്രതീകമായി മാറുകയായിരുന്നു. അറസ്റ്റിന് ശേഷം ഇരുവരെയും സാത്താൻകുളം പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. എന്നാൽ അവിടെ നടന്നത് സാധാരണ ചോദ്യം ചെയ്യൽ ആയിരുന്നില്ലെന്നാണ് പിന്നീട് പുറത്തുവന്ന വിവരങ്ങൾ സൂചിപ്പിച്ചത്. കസ്റ്റഡിയിൽ ഇരുവരും അതിക്രൂരമായ മർദ്ദനത്തിന് ഇരയായതായി അന്വേഷണങ്ങൾ വ്യക്തമാക്കുന്നു. ശരീരത്തിൽ ഗുരുതരമായ പരിക്കുകളും രക്തസ്രാവവും ഉണ്ടായിരുന്നുവെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. വേദന സഹിക്കാനാവാതെ അവർ അനുഭവിച്ച അവസ്ഥയെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ അത് സമൂഹത്തിന്റെ മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ചു. കസ്റ്റഡിയിൽ നിന്ന് കോടതിയിൽ ഹാജരാക്കിയപ്പോഴും അവരുടെ ആരോഗ്യനില മോശമായിരുന്നു. ആവശ്യമായ ചികിത്സ ലഭിച്ചേക്കാം എന്ന കാര്യത്തിൽ വലിയ ചോദ്യങ്ങൾ ഉയർന്നു. പിന്നീട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ആദ്യം മകൻ ബെന്നീസ് മരണത്തിന് കീഴടങ്ങി. അതിന് പിന്നാലെ അച്ഛൻ ജയരാജും മരിച്ചു. ഒരു കുടുംബത്തിന്റെ മുഴുവൻ ലോകം തകർന്നു വീണ ആ നിമിഷം രാജ്യത്തിന്റെ മനസാക്ഷിയെ ഉണർത്തിയ നിമിഷമായി മാറി. സംഭവം പുറത്തറിഞ്ഞതോടെ തമിഴ്നാട്ടിൽ പ്രതിഷേധങ്ങൾ ശക്തമായി. വളരെ പെട്ടെന്ന് തന്നെ അത് രാജ്യത്താകെ വ്യാപിച്ചു. സോഷ്യൽ മീഡിയയിലും പൊതുസ്ഥലങ്ങളിലും ഒരേ ഒരു ആവശ്യം ഉയർന്നു: കസ്റ്റഡി മരണങ്ങൾക്ക് നീതി വേണം. മനുഷ്യാവകാശ സംഘടനകളും പൊതുജനങ്ങളും ഒരുപോലെ ശക്തമായി പ്രതികരിച്ചു. പോലീസ് സംവിധാനത്തിലെ ഉത്തരവാദിത്തവും കസ്റ്റഡിയിലുള്ളവരുടെ സുരക്ഷയും സംബന്ധിച്ച വലിയ ചർച്ചകൾക്ക് ഈ സംഭവം വഴിവെച്ചു. സംഭവത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് അന്വേഷണം പിന്നീട് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻക്ക് കൈമാറി. അന്വേഷണത്തിന്റെ ഭാഗമായി ബന്ധപ്പെട്ട് നിരവധി പോലീസുകാരെ പ്രതികളാക്കി അറസ്റ്റ് ചെയ്തു. തെളിവുകൾ ശേഖരിക്കുകയും സാക്ഷിമൊഴികൾ രേഖപ്പെടുത്തുകയും ചെയ്ത കേസ് കോടതിയിൽ മുന്നോട്ട് പോയി. ഇതിനിടെ സോഷ്യൽ മീഡിയയിൽ സംഭവവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള കഥകളും പ്രചരിച്ചു. രേവതി എന്ന കോൺസ്റ്റബിൾ ധൈര്യത്തോടെ സത്യം പുറത്തു കൊണ്ടുവന്നു എന്ന തരത്തിലുള്ള വിവരങ്ങൾ വൈറലായിരുന്നുവെങ്കിലും ഔദ്യോഗിക അന്വേഷണ രേഖകളിൽ അത്തരം ഒരു വ്യക്തിയുടെ നിർണായക പങ്ക് സ്ഥിരീകരിച്ചിട്ടില്ല. അതുപോലെ പ്രതികൾക്ക് വധശിക്ഷ വിധിച്ചു എന്ന പ്രചരണവും യാഥാർത്ഥ്യമല്ല. സാത്താൻകുളം കേസ് ഒരു സംഭവം മാത്രമല്ല, ഇതൊരു മുന്നറിയിപ്പാണ്. കസ്റ്റഡിയിലുള്ളവരുടെ അവകാശങ്ങൾ എങ്ങനെ സംരക്ഷിക്കണം, അധികാര ദുരുപയോഗം എങ്ങനെ തടയണം, പോലീസ് സംവിധാനത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ വേണം എന്നതിനെക്കുറിച്ച് സമൂഹം മുഴുവൻ ചിന്തിക്കേണ്ട സാഹചര്യം ഈ സംഭവം സൃഷ്ടിച്ചു. ഒരു അച്ഛനും മകനും ജീവൻ നഷ്ടപ്പെട്ട ഈ സംഭവം നീതി വൈകിയാലും അത് ലഭിക്കണമെന്ന പ്രതീക്ഷയോടെ ഇന്നും സമൂഹത്തിന്റെ ഓർമ്മയിൽ നിലനിൽക്കുകയാണ്. നിയമം കാത്തു സൂക്ഷിക്കേണ്ടവർ തന്നെ നിയമം ലംഘിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് ഓർമ്മിപ്പിക്കുന്ന ശക്തമായ ഉദാഹരണമായി സാത്താൻകുളം കേസ് തുടരുകയാണ്.